ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കസ്റ്റമൈസ് ചെയ്ത ഒരു വണ്ടിയുടെ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള രണ്ട് വണ്ടി ഉണ്ടായിരുന്നു. നമുക്ക് രണ്ട് RC ആണുള്ളത്. ഒരു ടൈഫോൺ എന്ന് പറയുന്ന റോഡ് സ്റ്റണ്ട് ആ ടൈപ്പ് സാധനവും, പിന്നെ ഒരു ഡിഫൻഡർ, ഒരു ഓഫ് റോഡ് ക്രൗളിങ്ങിന് വേണ്ടി. അപ്പൊ ഈ രണ്ട് വണ്ടിയും നമ്മൾ ഒന്നാക്കി ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ടൈഫോണിന്റെ ആ ഓൺ റോഡിന്റെ ആ പവറും ആ സ്പീഡും, പിന്നെ ഡിഫൻഡറിന്റെ ആ ബോഡിയും ആ സ്റ്റൈലും ലുക്കും, ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഒരു സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. അപ്പൊ അതെങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ആ വണ്ടി ചെയ്തിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവരെല്ലാവരോടും നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ചാനലിൽ രണ്ട് തരത്തിലുള്ള വീഡിയോ ആണ് മെയിൻ ആയിട്ട് വന്നത്. ഒന്ന് ഇതുപോലെയുള്ള ഈ RC ഹോബിയുടെ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിയണ RC ഹോബിയുടെ വീഡിയോസും, അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്ന RC ഏറ്റവും റേറ്റ് കുറച്ച് നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മിനിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ വണ്ടികളുടെയും അല്ലാത്ത മിനിയേച്ചേഴ്സ്, മെയിൻ ആയിട്ട് വണ്ടികളുടെയാണ് ഫോക്കസ് ചെയ്യണത്. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വണ്ടികളുടെ മിനിയേച്ചേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. മിനിയേച്ചേഴ്സിന്റെ RC ഹോബി ട്രക്കും കാറും അതിന്റെ രണ്ടിന്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് കാണാൻ ആഗ്രഹമുള്ളവരും ഇതെങ്ങനെ ഉണ്ടാക്കാൻ ഏറ്റവും ചിലവ് പറഞ്ഞ് നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാന്നുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ വീലും ആക്സിലും ഈ ചെയ്സ് ഫ്രെയിം സെറ്റപ്പ് ഒക്കെ വരുന്നത് ടൈഫോണിന്റെ ആണ്. ബോഡി മറ്റേ ഡിഫൻഡറിന്റെ നമ്മുടെ ആ ബോഡി എടുത്ത് വെച്ചാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രൗളിങ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യൽ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ലോക്കൊന്നും ഇല്ലാത്ത ടൈപ്പ് അതുകൊണ്ട് ക്രൗളിങ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് റോഡും എക്സ്ട്രീം ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓൺ റോഡ് സ്പീഡ്, ഡ്രിഫ്റ്റിങ്, ആ മെയിൻ പരിപാടിക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ ഡിഫൻഡറിനകത്ത് ഡീറ്റെയിലിംഗ് കുറവായിരുന്നു. അതൊരു ബേസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡിഫൻഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ വൈപ്പർ, ഈ ഡോർ ഹാൻഡിൽ, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഡീറ്റെയിലിംഗ് ഒക്കെ കുറവായിരുന്നു. പിന്നെ പെയിന്റിങ്ങും എന്ന് വെച്ചാൽ നോർമൽ ജസ്റ്റ് ഒരു പെയിന്റിങ്, ചെറിയൊരു ഗ്രാഫിക്സ് ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ നമ്മള് ട്രാക്സസിന്റെ ഒക്കെ ഡിഫൻഡർ പോലെ തന്നെ പക്ക ആ ഒരു ടൈപ്പ് ആയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് ഡീറ്റെയിലിംഗിലായാലും. അപ്പോൾ നമുക്ക് ആദ്യം ബോഡിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ടൈഫോണിൽ എന്തെങ്കിലും ചെയ്സിൽ മാറ്റം പറ്റിയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നമ്മൾ ബോഡിയിൽ മെയിൻ ആയിട്ട് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒറിജിനൽ ഡിഫൻഡറിലൊക്കെ ഉള്ള പോലെ തന്നെ ഓഫ് റോഡ് ചെയ്യാൻ നേരം ഒരു ഓഫ് റോഡിൽ ഈ ബോണറ്റേൽ കയറിയും ചവിട്ടിയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെ മെറ്റൽ പാർട്സ് ആണ്, മെറ്റലായിട്ടുള്ള ഷീറ്റാണ്, ഗ്രിപ്പുള്ള ഷീറ്റാണ് ഒറിജിനൽ വണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ അതിന് പകരം ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നോർമൽ സ്റ്റിക്കർ കടയിലേക്ക് കിട്ടുന്ന ഈ കാർബൺ ഫൈബറിന്റെ സ്റ്റിക്കറും, ഇവിടെ ഒരു മാറ്റ് ഫിനിഷ്, ഒരു പ്ലാസ്റ്റിക് മാറ്റ് ഫിനിഷ് ടൈപ്പുള്ള ഒരു സ്റ്റിക്കറുമാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഈ സൈഡിലും ബോണറ്റിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് വൈപ്പർ ഇല്ലായിരുന്നു, നമ്മൾ വൈപ്പർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണ് വൈപ്പർ. പ്ലാസ്റ്റിക് പ്ലെയിൻ ആയിട്ടുള്ള 1mm ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചെടുക്കണാണ്. ഇപ്പൊ ഫ്രണ്ട് വിൻഷീൽഡും സൈഡ് ഗ്ലാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തേക്കണെന്ന് പറയുന്നത് ഈ ബോഡിയുടെ പുറത്ത് തന്നെ നോർമൽ ആയിട്ടുള്ള സ്റ്റിക്കർ, ബ്ലാക്ക് ഗ്ലോസി ആയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പെയിന്റിങ് നമ്മൾ റെഡ് ഇതിന്റെ പുറമേ അടിച്ചേക്കണത്. എന്ന് വെച്ചാൽ ഇതിന്റെ കമ്പനി മെയിൻ പെയിന്റിങ് എന്ന് പറയുന്നത് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോഡിയാണ്. അതിന്റെ ഉള്ളിലാണ് ഈ കമ്പനി പെയിന്റ് ഇവർ അടിച്ചേക്കണം. അപ്പൊ നമുക്ക് അത് റിമൂവ് ചെയ്തിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയുണ്ട്. നമ്മൾ ഇതിന്റെ മീതെ ജസ്റ്റ് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച്, എന്നിട്ട് അതിന്റെ മീതെ സർഫേസ് അടിച്ചിട്ട് ഈ റെഡ് പെയിന്റ്, ഗ്ലോസി ആയിട്ടുള്ള റെഡ് അടിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഹൈ ലിഫ്റ്റ് ജാക്ക്, ഇത് ഒറ്റ കളറായിരുന്നു. നമ്മളത് ഈ ഒറിജിനൽ ഉള്ള പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് ഡബിൾ ടോൺ ആ സെറ്റപ്പ് ആക്കി. ജെറിക്കാൻ ഇതൊരു ആഷ് ഗ്രേ ആ ഒരു ടൈപ്പ് കളറായിരുന്നു. അത് നമ്മൾ റെഡിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ടൈഫോണിന്റെ ചെയ്സയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓയിൽ ഷോക്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് 100mm ഓയിൽ ഷോക്കാണ് നമ്മൾ യൂസ് ചെയ്തേക്കണത്. ഈ ടൈഫോണിന്റെ സ്റ്റോക്ക് ഓയിൽ ഷോക്ക് പറഞ്ഞത് 85mm ആണ്. നമ്മളത് നമുക്ക് കിട്ടിയ അവൈലബിൾ ആയത് ഒരു 100mm ആയതുകൊണ്ട് നമ്മളത് വെച്ചാണ്. അത് വെച്ചതുകൊണ്ട് ട്രാവലിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 85mm നമുക്ക് മാക്സിമം കയറ്റാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഒരു 90 വരെയൊക്കെ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ 100 വരെയുള്ള കയറ്റിയതുകൊണ്ട് ട്രാവലിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ബോൾ ജോയിന്റ് ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും സംഭവം സൂട്ടായിട്ട് ഇരുന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഒക്കെ എല്ലാം പക്ക തന്നെയാണ്. പിന്നെ ഈ ഡിഫൻഡറിന്റെ ബോഡിയിൽ മെയിനായിട്ട് ഹെഡ് ലൈറ്റും റിയറിലെ ബ്രേക്ക് ലൈറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാർക്ക് ലൈറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ തന്നെ താഴത്ത് ഇത് ടൈഫോണിന്റെ
അവിടെ ഉണ്ടായിരുന്ന ലൈറ്റാണ്. ചെറിയൊരു ബാർ ലൈറ്റ് പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഹെഡ് ലൈറ്റും പിന്നെ ഒരു പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലൊരു ബാർ ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ടൈഫൂണിൻ്റെ തന്നെ ഈ സിംഗിൾ ലൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് ഡബിൾ അത് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്ത് ഒറ്റ ബാർ ലൈറ്റ് പോലെ ലെങ്തിലാക്കി എടുത്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഒരു വാം കളറിലെ സ്ട്രിപ്പ് ലൈറ്റാണ് വെച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ മെയിൻ ഫ്രണ്ടിലെ ലൈറ്റ്സ് പറയുന്നത്. ഹെഡ് ലൈറ്റിൻ്റെ ഉള്ളിലും സ്ട്രിപ്പ് ലൈറ്റ് തന്നെ കൊടുത്തേക്കണത്. പിന്നെ പാർക്ക് ലൈറ്റ് വൈറ്റ്, അത് ബ്ലിങ്ക് ചെയ്യണ ഒരു ടൈപ്പായിട്ടാണ് കൊടുത്തേക്കണത്. ഇത് സ്ട്രിപ്പ് ലൈറ്റാണ്. ആ സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് കട്ട് ചെയ്ത് ടോപ്പിൽ ബാറായിട്ടും വെച്ചേക്കണത്. ബാക്കിലും ടെയിൽ ലൈറ്റിനകത്ത് റെഡ് ടെയിൽ ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് വണ്ടിയുടെ ഉൾഭാഗം പറഞ്ഞത്. നമ്മൾ മെയിനായിട്ട് 2 ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തേക്കണത്. ഒരു 9 വോൾട്ടിൻ്റെ 2 ബാറ്ററി, അത് പാരലായിട്ടാണ് കൊടുത്തേക്കണത്. പിന്നെ ഒരു 7.4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി. ഇത് 2 ബാറ്ററി വെച്ചേക്കണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച ആ പാർക്ക് ലൈറ്റിൽ ബ്ലിങ്ക് ചെയ്യണം, ആ ലൈറ്റിന് ഈ 9 വോൾട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ 7.4 വോൾട്ട് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ബാറ്ററി ആ ബ്ലിങ്ക് ചെയ്യണ പാർക്ക് ലൈറ്റിനും ഈ 9 വോൾട്ടിൻ്റെ ബാറ്ററി ആ സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം കൂടി ഒറ്റ കണക്ഷനും അങ്ങനെയാണ് ഇതിന്മേൽ കൊടുത്തേക്കണത്. പിന്നെ രണ്ടിനും ചേസർ വെച്ചിട്ടുണ്ട്. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രിപ്പ് ലൈറ്റിനും ചേസർ വെച്ചിട്ടുണ്ട്. പിന്നെ പാർക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണത് ഈ ചേസർ ഇരിക്കണോണ്ടാണ് ബ്ലിങ്ക് ചെയ്യണത്. ചേസറെ മോഡുണ്ട്. ഈ ലൈറ്റ് പ്ലെയിനായിട്ട് കത്തി നിൽക്കാനും പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പല മോഡ് മാറ്റാം. ഈ ലൈറ്റ് ഒറ്റ ഓപ്ഷൻ നോക്കിയിട്ട് ഈ സ്പീഡ് എന്നുള്ളത് നമുക്ക് ബ്രൈറ്റ്നസ് കുറക്കാനായിട്ടും ആ ബട്ടൺ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ക്ലാമ്പ് പറഞ്ഞത്. നമ്മൾ PVC പൈപ്പ് ഹീറ്റ് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേണ്. ഇത് ആ ടൈഫൂണിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണേണ്. പിന്നെ ബാക്കിൽ ചെറിയ സ്ക്രൂ ഇതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ബാക്കിലത്തെ ബമ്പറയിൽ അവിടെ ഒരു 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിനകത്തായിട്ട് ഈ സ്ക്രൂ രണ്ടും ഇറങ്ങിയിരുന്നുള്ളൂ. അങ്ങനെ ഷെയ്ക്ക് വരാതെ കറക്റ്റായിട്ട് സൂട്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിന്മേൽ ബോൾട്ടും ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യും.